സ്വാഗതം പറഞ്ഞ കേരള ശാസ്ത്ര പരിഷത്തിലെ രായ ടീച്ചർ, മഞ്ജു ടീച്ചർ, ശ്രീ ടീച്ചർ, പരിഷത്തിലെ പ്രവർത്തകരും യൂട്യൂബറുമായിട്ടുള്ള സുഹൃത്ത്, ഏറെ പ്രിയപ്പെട്ട ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള വിദ്യാർത്ഥികളെ, നമ്മളിന്ന് എല്ലാവരും ഗാന്ധിജിയല്ലേ? ഗാന്ധിജി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? നമ്മുടെ രാഷ്ട്രപിതാവ്, ഒരേ ഒരു രാഷ്ട്രപിതാവാണ് നമ്മുടെ ഗാന്ധിജിയെ. നമ്മളുടെ ഇന്ത്യൻ ജനതയെ ഒറ്റക്കെട്ടായി അണിനിർത്തിക്കൊണ്ട് ഒരുപാട് ആളുകൾ, ഗാന്ധി മാത്രമല്ല ഒരുപാട് ആളുകൾ, ഒരുപാട് രാജകുമാർ, ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ നമുക്കുണ്ടായിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, 10 ആളെ 10 രീതിക്ക് സമരം വിജയിക്കോ? ഇല്ല. എന്ത് ചെയ്യണം? എല്ലാവരും ഒരുമിച്ച് നിൽക്കട്ടെ ഇല്ല. നമ്മൾ ഒറ്റക്കൊറ്റയ്ക്ക് ചെയ്താൽ വിജയിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 10 സ്വഭാവത്തിലുള്ള 10 ഇതിൽ വരുന്ന ആളുകളെ ഒരുമിച്ച് നിർത്താനാണ് നമുക്ക് വിജയിക്കാൻ കഴിയും. നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത പലതരത്തിലുള്ള പല ജാതികളുള്ള ആളുകളാണ്, പല മതത്തിൽപ്പെട്ട ആളുകളാണ്. ഈ എല്ലാ ആളുകളുടെയും സ്വഭാവങ്ങൾ പല വ്യത്യസ്തങ്ങളായിരിക്കും ഇല്ലേ? എല്ലാവരും ഒരുമിച്ചാലേ നമുക്ക് അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഗാന്ധി ചെയ്ത അതാണ്. കാരണം പല ജാതിയിൽപ്പെട്ട ആളുകളെയും, പല മതത്തിൽപ്പെട്ട ആളുകളെയും, പല ചിന്താഗതിയുള്ള ആളുകളെയും, എല്ലാവരെയും, എല്ലാ ഇന്ത്യക്കാരെയും അങ്ങനെയൊക്കെയാണോ? ഇങ്ങനെയൊക്കെയാണോ? പഴയ സത്യാഗ്രഹം, അഹിംസയിലൂടെ സത്യാഗ്രഹം ഇരുന്നുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടുന്നതല്ലേ ഗാന്ധി. അങ്ങനെ ഒരുപാട് 200 വർഷത്തോളം ബ്രിട്ടീഷുകാരുടെ ആധിപത്യം അവസാനിച്ച് നമ്മൾക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു അല്ലേ? നമ്മൾക്കിപ്പോ എങ്ങനെ നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും? നമ്മൾക്കിപ്പോ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, ഏതൊക്കെ മതത്തിൽ വിശ്വസിക്കണം അല്ലേ? നമ്മൾക്കിപ്പോ ഇവിടെ ഇരിക്കുന്ന സ്കൂളുകളിൽ പഠിക്കാൻ കഴിയില്ലേ? ഇപ്പോഴൊക്കെ നമുക്ക് ത്യാഗത്തിന്റെ ഫലമാണ്. അതാണ് ഗാന്ധി അതിനെ വ്യത്യസ്തമായി സ്വന്തം ഗാന്ധി ഒരു അഭിഭാഷ, അതറിയാലോ, രാജ്യസ്ഥ അഭിഭാഷകനായിരുന്നു. ലോകം മുഴുവൻ പല രാജ്യങ്ങളിൽ പോലും ഗാന്ധിയുടെ പേരിൽ ഓരോ രാജ്യത്തിന്റെ അവിടുത്തെ ഗാന്ധികൾ, ഇപ്പോ ആഫ്രിക്കൻ ഗാന്ധി ഇല്ലേ, നെൽസൺ മണ്ടേല, നമ്മളങ്ങനെ ഓരോ വ്യക്തികൾ, ഓരോ രാജ്യങ്ങളിൽ ഓരോ വ്യക്തികൾ ഗാന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെ ഇത്തരം നമ്മുടെ എല്ലാം നമ്മളെന്താണ് ഇന്ത്യക്കാർ, നമ്മുടെ ജനങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും നല്ല മനുഷ്യരായി, നല്ല വിദ്യാർത്ഥികളായി നിങ്ങൾ നന്നായി പഠിക്കുക. സ്വാഗതഗാനം ആലപിക്കുന്നതിനായി അനുഷ്മിക ആൻഡ് പാർട്ടിയെ വിളിക്കുന്നു. കുട്ടിക്കുരുവികളെ ഒറ്റക്കിരിക്കാതെ ഒന്നിങ്ങുവായോ നാനാം തുമ്പികളെ, പച്ചത്തലപ്പാവ ചുറ്റിയ മാവിന്റെ ചുറ്റും പറന്നിരിക്കാം, പച്ചത്തലപ്പാവ ചുറ്റിയ മാവിന്റെ ചുറ്റും പറന്നിരിക്കാം, കൂട്ടമായൊന്നു പറന്നു വരൂ വരൂ കുട്ടിക്കുരുവികളെ, ഒറ്റക്കിരിക്കാതെ ഒന്നിങ്ങുവായോ നാനാം തുമ്പികളെ, വാർമഴവില്ലിൻ നിറങ്ങൾ ചാലിച്ചൊരു ചിത്രം വരച്ചു നോക്കാം, പീലിക്കുരുത്തോല ചിന്തിക്കിളികളും പിപ്പിയുമുണ്ടാക്കാം, വാർമഴവില്ലിൻ നിറങ്ങൾ ചാലിച്ചൊരു ചിത്രം വരച്ചു നോക്കാം, പീലിക്കുരുത്തോല ചിന്തിക്കിളികളും പിപ്പിയുമുണ്ടാക്കാം, ചുണ്ടത്തോരായിരം ചോദ്യം കുരുത്തുകളും നേടുവോരേ, ആകാശത്തോടെ കാണുന്ന ലോകത്തെ ആകവെ തൊട്ടറിയാം, ആകവെ തൊട്ടറിയാം, കൂട്ടമായൊന്നു പറന്നു വരൂ വരൂ കുട്ടിക്കുരുവികളെ, ഒറ്റക്കിരിക്കാതെ ഒന്നിങ്ങുവായോ നാനാം തുമ്പികളെ, കുന്നോളം കാഴ്ചകൾ ഇന്നോളം കാണാതെയുണ്ടല്ലോ വിശ്വമാകെ, പുസ്തകത്തിനും അപ്പുറമുള്ളൊരു പുസ്തകത്തിൻ പ്രപഞ്ചം, കുന്നോളം കാഴ്ചകൾ ഇന്നോളം കാണാതെയുണ്ടല്ലോ വിശ്വമാകെ, പുസ്തകത്തിനും അപ്പുറമുള്ളൊരു പുസ്തകത്തിൻ പ്രപഞ്ചം, മാറ്റത്തിൻ കാലത്തിൽ അറ്റം കടക്കാനൊപ്പം കൂടുവാരേ, വാനവിശാലത കേറാം, വിശ്വമാനവരായി വളരാം, വിശ്വമാനവരായി വളരാം, കൂട്ടമായൊന്നു പറന്നു വരൂ വരൂ കുട്ടിക്കുരുവികളെ, ഒറ്റക്കിരി
ഒറ്റയ്ക്കിരിക്കാതെ ഒന്നിങ്ങോ വായോ നാടം തുമ്പികളെ. പ്രസംഗമാണ്. പ്രസംഗത്തിന് തയ്യാറായിട്ട് വന്നിട്ടുള്ള കുട്ടികൾ വരേണ്ടതാണ്. ഭഗത്ത് എന്താണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയുടെ ജന്മദിനമാണ്. 155-ാം ജന്മദിനമാണ്. ഗാന്ധി മരിച്ചിട്ട് കുറേ കാലമായി, എങ്കിലും ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അവയെല്ലാം നല്ല രീതിക്ക് തന്നെ ആചരിക്കുന്നുണ്ട്. അതിനർത്ഥം ഗാന്ധിജി ഇന്ത്യയിൽ ഒരു വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം അല്ലെങ്കിൽ ഇപ്പോഴാണ് നമ്മൾ ഇത്ര കാലം ഓർത്തിരിക്കുക. അത് മാത്രമല്ല, ഒരു സ്ഥലത്ത് ഒരു മാഗസിൻ അവരുടെ ഏഷ്യൻ മാൻ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഗാന്ധിജിയാണ്. അതായത് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ സ്വന്തം ഗാന്ധിജിനെയാണ്. ഗാന്ധിജിയുടെ പേര് അതെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് പേര്. പക്ഷെ ഇപ്പൊ കുറെ പേർക്ക് ഈ പേര് പറഞ്ഞാൽ അറിയില്ല. എന്തു പറയണം? മഹാത്മാഗാന്ധി. ടാഗോറാണ് ഈ ഒരു പേര് ഗാന്ധിജിക്ക് ഇട്ടുള്ളത്, മഹാത്മാ. കാരണം അദ്ദേഹം അത്രയ്ക്ക് വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് ജാതി മത വ്യത്യാസമില്ലാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിനായിട്ട് അദ്ദേഹം ഒറ്റയ്ക്കല്ല, ഒരുപാട് പേരെ കൂടിക്കൂട്ടി എല്ലാവരുടെയും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് അദ്ദേഹം നമുക്ക് വേണ്ടി ഒരു സ്വാതന്ത്ര്യം നേടിത്തന്നിട്ടുള്ളത്. ഈ സമയത്ത് സുഭാഷ് ചന്ദ്രബോസ് പറയുകയുണ്ടായി, എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങൾ തോക്കൊന്നും എടുക്കുന്നില്ലേ? അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, നമ്മുടെ യുദ്ധം ഒരിക്കലും തോക്കുകൊണ്ടോ രക്തം ചെയ്യുന്നതോ ആയിരിക്കരുത്. അതെ, അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ പാഠമാണ്. ഗാന്ധിജിയുടെ വാക്കുകൾ എത്ര കാലം കഴിഞ്ഞാലും മൂല്യം ഉണ്ടാവും. ചില ആളുകളുണ്ട്, അവർ പറയുന്ന കാര്യം കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മളൊക്കെ മറക്കും, പക്ഷെ ഒരിക്കലും ഗാന്ധിജിയുടെ വാക്കുകൾ അങ്ങനെയല്ല. 1000 കൊല്ലം കഴിഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ മറക്കില്ല. കാരണം അദ്ദേഹം ഇന്ത്യയിൽ ചെലുത്തിയിരിക്കുന്ന ഒരു സ്വാധീനം ചെറുതല്ല. ഇനിയും നമുക്ക് ഇദ്ദേഹത്തെ ഓർമ്മിക്കാം. ഒരുപാട് വർഷങ്ങളോളം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമൊക്കെ ആഘോഷിച്ച് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി നിലകൊള്ളാം. ഭഗത്തിന് നന്ദി. അടുത്തതായി ആരാണ് വരുന്നത്? വാ, പേര് പറയുമ്പോളൂ. അധ്യാപകരെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സുപ്രഭാതം. ഇന്ന് ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഗാന്ധി ജയന്തി ആശംസകൾ നേരുന്നു. 1869 ഒക്ടോബർ 2 ജനിച്ച മഹാത്മാഗാന്ധി ജന്മദിനം ആഘോഷിക്കാനാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നന്ദി. സ്വപ്ന. ഒക്ടോബർ 2 സ്നേഹത്തോടെ ബാബുജി എന്ന് വിളിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഇന്ന്. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഗാന്ധി ജയന്തിയായി നാം ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. മഹാത്മാഗാന്ധിയുടെ അച്ഛൻ്റെ പേര് കരംചന്ദ് ഗാന്ധി എന്നും അമ്മയുടെ പേര് പുത്ലിബായി എന്നുമാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. ബ്രിട്ടീഷുകാരിൽ നിന്ന് തോന്നി. എല്ലാവരും ഗാന്ധി ജയന്തി ആശംസകൾ. നന്ദി സ്വപ്ന. നമ്മുടെ പ്രമോദ് മാഷാണ് കേട്ടോ. നമ്മുടെ പ്രഭാത് വായനശാലയുടെ സെക്രട്ടറിയായ പ്രമോദ് മാഷിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള കുട്ടികളെ, പ്രസംഗിച്ച് നിങ്ങളെ ബോറടിപ്പിക്കൊന്നുമില്ല. എല്ലാവരും അടുത്തടുത്ത ആക്ടിവിറ്റിയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? രീതിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള കുട്ടികളെ, ബാലവേദി ക്യാമ്പ് എന്ന് പറഞ്ഞപ്പോൾ അധ്യാപകനായതുകൊണ്ട് ഇവിടെ ഒന്ന് വരാൻ തോന്നിയതാണ്. നിങ്ങളെല്ലാവരെയും കാണാനോ. ഇവിടെ വന്നപ്പോൾ പെട്ടെന്നൊന്ന് വന്നിട്ട് പോകണം എന്ന് കരുതിയിട്ടാണ് വന്നത്. വന്നപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് പോകാൻ പറ്റും തോന്നണില്ല.
കാരണം അത്രയേറെ കഴിവുകളുള്ള കുട്ടികളാണ് മുമ്പിലിരിക്കുന്നത്. നിങ്ങളുടെ കുറച്ച് പരിപാടികൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒരുപാട് കഴിവുകളുള്ള നല്ല നല്ല കുട്ടികളുടെ ഒരു സംഘമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കുട്ടികൾ എന്ന നിലയ്ക്ക് ഇപ്പോൾ പല കുട്ടികളും അവരവരുടെ വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടി ടിവിൻ്റെ മുമ്പിലോ മൊബൈലിലോ ഒക്കെ നോക്കി ഇരിക്കാനാണ് താല്പര്യം കാണിക്കുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ ഗുണങ്ങളുണ്ട്, പക്ഷെ വലിയ വലിയ ദോഷങ്ങളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കാനുള്ള പ്രായം ഇപ്പോഴായിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കൂടുതൽ കുട്ടികളും മൊബൈലിൽ നോക്കിയിരുന്ന് അതിൻ്റെ പരിപാടി നിങ്ങൾ ഏറ്റെടുക്കും. കൂടുതൽ പ്രത്യേകിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നില്ല. എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഡാൻസ് ആയാലോ? ഡാൻസ് ആണോ? വൈഗ ആൻഡ് പാർട്ടിയുടെ അടിപൊളി നൃത്തമാണ് കേട്ടോ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്.
നഷ്ടപ്പെട്ടോ? അപ്പോഴേക്കും ഗാന്ധിജിക്ക് താൻ തിരയുന്ന സാധനം കിട്ടിക്കഴിഞ്ഞിരുന്നു. കിട്ടിപ്പോയി. ഗാന്ധിജി സന്തോഷത്തോടെ പറഞ്ഞു, ഒരു ചെറിയ കുറ്റി പെൻസിൽ ആയിരുന്നു അത്. അതുകൊണ്ട് സ്നേഹിതൻ ചോദിച്ചു, ഈ കുറ്റി പെൻസിലിനോ വേണ്ടിയാണോ അങ്ങ് ഈ പാട് മുഴുവൻ പെട്ടത്? ഞാൻ പുതിയത് വാങ്ങിത്തരുമായിരുന്നല്ലോ. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, തരണം, ഇത് എനിക്ക് ഒരു കൊച്ചു കുട്ടി സ്നേഹത്തോടെ സമ്മാനിച്ചതാണ്. ഗാന്ധിജിക്ക് കുട്ടികളെ എത്രത്തോളം ഇഷ്ടമാണെന്ന് മനസ്സിലായില്ലേ കുട്ടികളെ? നന്ദി. ഒരു ദേശഭക്തി ഗാനം ഇസ ഫാത്തിമ. തന്ത്രമാക്കി ഗാന്ധിജി അഹിംസ എന്നൊരായുധം ധരിച്ചു നിന്ന് പോരടി. ഒരായുധം ധരിച്ചു നിന്ന് പോരടി. സത്യവും അഹിംസയും കൈവിടാതെ മുന്നേറി വീരനായി ധീരനായി രക്തസാക്ഷിയായി താൻ. സത്യവും അഹിംസയും കൈവിടാതെ മുന്നേറി വീരനായി ധീരനായി രക്തസാക്ഷിയായി താൻ. ഭാരതത്തിൽ ഭാവിയായിരുന്നു തന്റെ ലക്ഷ്യമെന്നു ഭാവുകങ്ങൾ നേർന്നു മൃതിയടഞ്ഞു താൻ. സത്യവും അഹിംസയും കൈവിടാതെ മുന്നേറി വീരനായി ധീരനായി രക്തസാക്ഷിയായി താൻ. നന്ദി. ശ്രീലക്ഷ്മിയുടെ ഒരു പ്രസംഗം കേട്ടാലോ? റെഡിയല്ലേ? എന്തായാലും ഉഷാറില്ലാതെ ഉഷാറായിട്ടിരിക്കോ? നമ്മൾ ആഘോഷിക്കില്ലേ? സന്തോഷമായിട്ടിരിക്കണ്ടേ? ആ, ഓക്കെ. ആരും ഡള്ളായിട്ടിരിക്കണ്ട, ഉഷാറായിട്ടിരിക്കട്ടോ. ഓക്കെ, ശ്രീലക്ഷ്മി. പ്രിയ കൂട്ടുകാരി, ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. എല്ലാ ഇന്ത്യക്കാരും ഇന്ന് ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ 155ാം ജന്മദിനമാണ് നാം ഈ വേളയിൽ ആഘോഷിക്കുന്നത്. ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലായിരുന്നു രാഷ്ട്രപിതാവായ ഗാന്ധിജി ജനിച്ചത്. ഗാന്ധിജിയുടെ പിതാവ് കരംചന്ദ് ഗാന്ധിയും മാതാവ് പുത്ലിബായും ആണ്. ഗാന്ധിജിയുടെ യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. അഹിംസയിലൂടെ അദ്ദേഹം എല്ലാ ഇന്ത്യക്കാരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നപ്പോഴാണ് സ്വാതന്ത്ര്യം എന്ന സത്യം, സത്യവും നന്മയും സ്നേഹവും ഹൃദയത്തിൽ കുറിച്ചിട്ട വ്യക്തി ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ അയാളെ സ്മരിക്കുകയും അദ്ദേഹം ഉയർത്തിയ ആദർശങ്ങളെ നെഞ്ചോട് ചേർക്കുകയും ചെയ്യും. ചേർന്നുള്ള ഒരു ദേശഭക്തി ഗാനമാണ്. രണ്ടുപേരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം. മതേതരത്വ ചിന്തയ ഉണർന്നിടുന്ന ഭാരതം, പെരുമയേറും പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം. ദേശ ഹമാരാ, ജാൻ സെ പ്യാരാ, പ്യാര ഹമാരാ. ചൈനനും തോളു ചേർത്ത വിരമിച്ച നാടിലല്ലോ ഭാരതം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാഴ്സി ബുദ്ധ ചൈനനും തോളു ചേർന്ന വിരമിച്ച നാടിലല്ലോ ഭാരതം. ദേശ ഹമാരാ, ജാൻ സെ പ്യാരാ, പ്യാര ഹമാരാ. ആസാദി ആസാദി ആസാദി. പിച്ച വച്ചു ഞാൻ നടന്ന മണ്ണിനെ മറക്കുവാൻ, വനം മടുത്തു കണ്ണടച്ചു നോക്കു കുത്തിയാകുവാൻ. പിച്ച വച്ചു ഞാൻ നടന്ന മണ്ണിനെ മറക്കുവാൻ, വനം മടുത്തു കണ്ണടച്ചു നോക്കു കുത്തിയാകുവാൻ. കഴിയുകില്ല ഞങ്ങളിൽ മതേതരത്വ രക്തമ, പിടഞ്ഞു വീണു ചാകിലും മനസ്സതൊന്നു മാത്രമ. കഴിയുകില്ല ഞങ്ങളിൽ മതേതരത്വ രക്തമ, പിടഞ്ഞു
हमारा, जान से प्यारा प्यार हमारा, आजादी आजादी आजादी, इതെന്റെ രാജ്യം ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം, മതേതരത്വ ചിന്തയാൽ ഉണർന്നിടുന്ന ഭാരതം, പെരുമയേറും പൈതൃകത്തിൻ നാടിനല്ലോ ഭാരതം, ഈ ദേശ ഹമാരാ, जान से प्यारा प्यार हमारा, आजादी आजादी आजादी। Sia and Fatih. पदिराज विराजा राम, पदीद पावन सीतारा, रघुपति राघव राजा राम, पदीद पावन सीतारा, सीताराम सीताराम, बज प्यारे तू सीताराम, सीताराम सीताराम, बज प्यारे तू सीताराम, ईश्वर अल्लाह तेरे नाम, सबको सन्मति दे भगवान, ईश्वर अल्लाह तेरे नाम, सबको सन्मति दे भगवान, रघुपति राघव राजा राम, पदीर पावन सीताराम, रघुपति राघव राजा राम, पदीर पावन सीताराम, सीताराम सीताराम, बज प्यारे तो सीताराम, सीताराम सीताराम, सीताराम सीताराम। ഒക്ടോബർ 2 കുട്ടികളുടെ സന്തോഷത്തോടെ ബാബുജി എന്ന് വിളിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഇന്ന്. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഗാന്ധി ജയന്തിയായി നാം ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. 1869 ഒക്ടോബർ 2-ാം തീയതി ഗുജറാത്തിലെ പോർബന്തറിൽ ആണ് ഗാന്ധിജി ജനിച്ചത്. ഗാന്ധിജിയുടെ അച്ഛന്റെ പേര് കരംചന്ദ് ഗാന്ധി എന്നും അമ്മയുടെ പേര് പുത്ലിബായി എന്നുമാണ്. ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ സ്വാതന്ത്ര്യ സമരം നയിച്ച നേതാവായിരുന്നു ഗാന്ധിജി. അഹിംസയും സത്യാഗ്രഹവും ആയിരുന്നു അദ്ദേഹത്തിന്റെ സ്മരണരീതി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് നമ്മോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയ ധാരാളം സഞ്ജന and Fatihയുടെ നമ്മുടെ സ്വന്തം മുത്തച്ഛൻ നമുക്കു വേണ്ടി നാടിനു വേണ്ടി നേടി തന്നു സ്വാതന്ത്ര്യം. അടിയും പിടിയും കൂടാതെ അറിവും കഴിവും ആയുധമായി അടിമച്ചങ്ങല പൊട്ടിച്ച പല്ലില്ലാത്തൊരു മുത്തച്ഛൻ. നല്ലതു മാത്രം കാണാനും നല്ലതു മാത്രം ചെയ്യാനും നമ്മെ നയിച്ചൊരു മുത്തച്ഛൻ, ബാബുജി എന്നൊരു മുത്തച്ഛൻ. ദേശഭക്തി ഗാനം. ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് ഒരു ഗാന്ധിജിയുടെ പാട്ടാണ്. ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാ, ഭാരത മണ്ണിൻ അഭിമാനം, ചുണ്ടിൽ വിരിയും പുഞ്ചിരിയും സ്നേഹം ചൊരിയും വാക്കുകളും, വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നാടിന് വേണ്ടി പോരാടി നേടിയെടുത്തു സ്വാതന്ത്ര്യം. ഓർത്തിടാം ഈ സുദിനത്ത് നമ്മുടെ രാഷ്ട്രപിതാവിനെ നാം ആദരവോടെ സ്മരിച്ചിടാം. ഗാന്ധിജി പാതയിൽ മുന്നേറാം, ഗാന്ധിജി പാതയിൽ മുന്നേറാം. നമസ്കാരം. ഷഫ്നയും ശ്രീലക്ഷ്മിയും ചേർന്നുള്ള ദേശഭക്തി ഗാനം. നമ്മെ പണ്ട് നയിച്ചല്ലോ നമ്മുടെ രാഷ്ട്രപിതാവെന്ന് ചെമ്പിൽ കുഞ്ചി
വെച്ചിടും വടിയെ കുത്തി നടന്നിടും നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ നേരായി മാത്രം ജീവിക്കാൻ എളിഞ്ഞോടെന്നും ജീവിക്കാൻ നന്മകൾ മാത്രം ചെയ്തിടാൻ നമ്മോടോടിയ മുത്തച്ഛൻ ജീവിതം പാടും പുസ്തകം നമുക്ക് മുന്നിൽ തുറന്ന് കാട്ടിയ പുസ്തകമല്ലോ ഗാന്ധി ഭാരതനാടിൻ മാനം കാക്കാനായി എന്ന മാർഗത്തിൽ നമ്മെ കണ്ട് നയിച്ചല്ലോ നമ്മുടെ പിതാവിന് നമ്മെ കണ്ട് നയിച്ചല്ലോ നമ്മുടെ കിളികൊട്ടുയരുന്നു
പാടം മുങ്ങി നേടും ഗംഗയും തുല്യമാണെന്റെ നാട് ഹൃദയങ്ങളൊന്നായ നാട് മതമൈത്രി പാടുന്ന മണ്ണി ഭാരതം ഭാരതം കവി കാളിദാസന്റെ നാട് കവനങ്ങൾ പെയ്യുന്ന നാട് മനഃശാന്തിയേകുന്ന മണ്ണി ഭാരതം ഭാരതം വന്ദേ മാതരം മാതരം വന്ദേ മാതരം മാതരം ഹിന്ദുവും മുസൽമാനും കൈകോർത്ത് നീങ്ങും നാട് സ്നേഹവും ത്യാഗവും നെഞ്ചിൽ വിതച്ച നാട് ഹിന്ദുവും മുസൽമാനും കൈകോർത്ത് നീങ്ങും നാട് സ്നേഹവും ത്യാഗവും നെഞ്ചിൽ വിതച്ച നാട് ഈ ചോര വീഴാത്ത കർമ്മഭൂമിയിൽ ധീരരായി നാം പാടി നീങ്ങണം സ്വന്തം മനസ്സിലൂറുന്ന സ്നേഹ സന്ദേശമാർന്ന ഗീതം ഈ ചോര വീഴാത്ത കർമ്മഭൂമിയിൽ ധീരരായി നാം പാടി നീങ്ങണം സ്വന്തം മനസ്സിലൂറുന്ന സ്നേഹ സന്ദേശമാർന്ന ഗീതം വന്ദേ മാതരം മാതരം വന്ദേ മാതരം മാതരം ഗാന്ധിയാം ഗുരുവിനാൽ സ്വാതന്ത്ര്യമാർന്ന നാട് നന്മതൻ നെഞ്ചിലെ പൂവായി വിടർന്ന നാട് ഗാന്ധിയാം ഗുരുവിനാൽ സ്വാതന്ത്ര്യമാർന്ന നാട് നന്മതൻ നെഞ്ചിലെ പൂവായി വിടർന്ന നാട് ഈ കാലുറയ്ക്കാത്ത പിഞ്ചു പൈതലും കർമ്മശക്തരായേറ്റു പാടണം സ്വന്തം മനസ്സിലൂറുന്ന സ്നേഹ സാഫല്യമാർന്ന ഗീതം ഈ ചാലുറയ്ക്കാത്ത പിഞ്ചു പൈതലും കർമ്മശക്തരായേറ്റു പാടണം സ്വന്തം മനസ്സിലൂറുന്ന സ്നേഹ സാഫല്യമാർന്ന ഗീതം വന്ദേ മാതരം മാതരം വന്ദേ മാതരം മാതരം ദേവപുണ്യം നെഞ്ചിലേറ്റും സിന്ധുവും ശാപമോക്ഷം മുങ്ങി നേടും ഗംഗയും തുല്യമാണെന്റെ നാട് ഹൃദയങ്ങളൊന്നായ നാട് മതമൈത്രി പാടുന്ന മണ്ണി ഭാരതം ഭാരതം കവി കാളിദാസന്റെ നാട് കവനങ്ങൾ പെയ്യുന്ന നാട് മനഃശാന്തിയേകുന്ന മണ്ണി ഭാരതം ഭാരതം ഗ്രൗണ്ടിലേക്ക് പോകാം.